കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവ മക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ നമ്മുടെ മേൽ പകർന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ഇന്നൊരു പുതിയ ടീച്ചിങ് ഇറങ്ങിയിട്ടുണ്ട്, ഒരു പുതിയ ഉപദേശം. ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ചെന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയിൽ ചെന്നപ്പോൾ ചില ചെറുപ്പക്കാരൻ്റെ അടുക്ക വന്നിട്ട് പറയാ, പാസ്റ്റർ അഭിഷേകത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മാവ് വന്നു കഴിഞ്ഞു. അതിനവർ തെളിവും തന്നു. ഞാൻ ചോദിച്ചു എന്നാ തെളിവ്? ആത്മാവ് എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നത് ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ഒരു പാപിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാ. പാപത്തെക്കുറിച്ച് ബോധം വരുത്തി അവർ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മാവ് വന്നു കഴിഞ്ഞു. ഇനിയും പ്രത്യേകിച്ച് ആത്മനിറവിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യം ഇല്ല. ഞാൻ അവരെ അപ്രിഷ്യേറ്റ് ചെയ്തു. കൊള്ളാം കുഞ്ഞുങ്ങളെ, നല്ല കാര്യമാണ്. ഞാൻ അവർക്കൊരു വേദഭാഗം എടുത്ത് കാണിച്ചു കൊടുത്തു. എല്ലാറ്റിനും തെളിവ് ദൈവത്തിൻ്റെ വചനമാണല്ലോ. അവരും വചനം കൊണ്ട് അങ്ങോട്ട് വന്നത്, സാത്താനും വചനവും കൊണ്ട് യേശുവിൻ്റെ അടുക്ക ചെന്നത്. യേശു എന്ത് ചെയ്തു? വചനം കൊണ്ട് സാത്താനെ വെട്ടി. എല്ലാറ്റിനും വചനമാണ് ആധാരം. ഞാൻ ഒരു വേദഭാഗം അവരെ കൊണ്ട് തന്നെ വായിപ്പിച്ചു. അതായത് സ്തേഫാനോസിൻ്റെ പീഡ കഴിഞ്ഞ്, അവൻ രക്തസാക്ഷിയായിട്ട് മരിക്കുകയായിരുന്നു. പീഡ കഴിഞ്ഞ് ജനം ചിതറി, വിവിധ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി പീഡ നിമിത്തം. അക്കൂട്ടത്തിൽ ശമരിയ ദേശത്ത് എത്തിച്ചേർന്ന ഒരു ഉപദേശിയാണ് ഫിലിപ്പോസ് ശമരിയയിലെത്തി. ശമരിയയിൽ സുവിശേഷം പ്രസംഗിച്ചു, ദൈവവചനം പ്രസംഗിച്ചു. അവിടെ ഭയങ്കര ഉണർവുണ്ടായി, ഭയങ്കര ഉണർവ് ശമരിയയിൽ. ഈ ഉണർവ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണെന്നറിയാം? ഉണർവെന്ന് പറഞ്ഞാൽ കുറേ കയ്യടിയും കുറേ അന്യഭാഷ. ഞാൻ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്, എങ്കിലും ഞാൻ പറയുക, കുറേ അന്യഭാഷയും കുറേ ചാട്ടവും മറിച്ചിലും ഞാൻ ചാടുന്ന വ്യക്തിയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഉണർവായിരുന്നു. അതല്ല ഉണർവ്. ഉണർവെന്ന് പറഞ്ഞാൽ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് വരുന്നതാണ് ഉണർവെന്ന് പറയുന്നത്. പാപികൾ മാനസാന്തരപ്പെട്ടു വരുന്നതാണ് ഉണർവ്. ശമരിയ പട്ടണത്തിൽ ഭയങ്കര ഉണർവ്. അതായത് മന്ത്രവാദികൾ മന്ത്രവാദം ഉപേക്ഷിക്കുന്നു, പാപികൾ മാനസാന്തരപ്പെടുന്നു, മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടുന്നു. ഭയങ്കര ഉണർവ്. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്ന് യെരൂശലേം കൗൺസിലിലെത്തി. യെരൂശലേം കൗൺസിൽ 2 അപ്പോസ്തലന്മാരെ അങ്ങോട്ട് അപ്പോയിൻ്റ് ചെയ്തു, നിയോഗിച്ചു. നിങ്ങൾ പോയി ആ ഉണർവൊക്കെ ഒന്ന് വീക്ഷിക്കാൻ പറഞ്ഞു. ആ 2 പേരും നമുക്കറിയാം. യെസ്, കറക്റ്റ്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിലാണ് പത്രോസും യോഹന്നാനും. ഇവരെ 2 പേരെ അങ്ങോട്ട് അയച്ചു. ഈ യോഹന്നാനെ അയക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട് കേട്ടോ. യോഹന്നാനെ അയക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. അതായത് യേശുക്രിസ്തു ഒരു ഷോർട്ട് കട്ടാണ്.
ഷോർട്ട് കട്ട്, എളുപ്പം അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ ഈ കർത്താവ് ശിഷ്യന്മാരെ ആദ്യമേ വിട്ടു. അവർ പോയി, അനുവാദം വേണമല്ലോ, ഒരു ദേശത്തൂടെ കയറി ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? പെർമിഷൻ വേണം. നിങ്ങൾക്ക് പോകണമെങ്കിൽ വേറെ വഴിയുണ്ട്, ഹൈവേ ഉണ്ട്, വേറെ വഴി, അതുവഴി അങ്ങ് പോക്കണം, ഇത് ഷോർട്ട് കട്ട്, ഇതുവഴി ഒന്നും പോകണ്ട. അവർ എതിർത്തു, സമ്മതിച്ചില്ല ശമരിയക്കാർ. ഉടനെ ഈ ശിഷ്യന്മാർ രണ്ടുപേരും വന്ന് യേശുവിനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ? എന്തുവാ യേശുവിനോട് പറഞ്ഞേ? ഗുരു, ഞങ്ങൾ അനുവാദം ചോദിച്ചപ്പോൾ ആ പട്ടണക്കാർ അനുവാദം തന്നില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഏലിയാവ് ആകാശത്തുനിന്ന് തീയിറക്കി നശിപ്പിച്ചതുപോലെ അവിടുന്ന് തീയിറക്കി എന്ത് ചെയ്യണം? ഈ ശമരിയ പട്ടണത്തെ നശിപ്പിക്കണം. അല്ലേ? ചിലപ്പോൾ ഈ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുള്ള ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ പറയാറുണ്ട്, എടീ നിൻ്റെ തലയിൽ ഇടിത്തി വീഴട്ടടിയെന്ന്. ഇടിത്തി വീഴട്ടെ, ഇടിവെട്ടെന്ന് തലയിൽ. വെട്ടത്തൊന്നുമില്ല. ഇവർ പറയുന്നു അപ്പോൾ അങ്ങ് നശിപ്പിക്കാൻ. അതേ അർത്ഥത്തിൽ ഈ രണ്ടുപേര് യേശുവിൻ്റെ അടുക്കെന്ന് പറയാ, ആകാശത്ത് നിന്ന് തീയിറക്കി അവരെ എന്ത് ചെയ്തേക്കാൻ? നശിപ്പിച്ചേക്കാൻ. ഉടനെ കർത്താവ് പറഞ്ഞ മറുപടി നമുക്കറിയാം. എന്നത് പറഞ്ഞ്, നിങ്ങൾ ഏത് ആത്മാവിന് വിധേയപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നില്ല. ശ്രദ്ധിക്കണം. ഇനി അന്ന് ആ പട്ടണത്തെ തീയിറക്കി നശിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ പട്ടണത്തിൽ ഉണർവുണ്ടാകുമായിരുന്നു. ഉണ്ടോ? നമ്മളൊരു വീട്ടിൽ സുവിശേഷം അറിയിക്കാൻ കയറിയാൽ അവരംഗീകരിക്കാതെ വന്നാൽ ചിലപ്പോൾ അംഗീകരിക്കത്തില്ല. നമ്മെ ഇറക്കി വിട്ടെന്ന് വരാം. പക്ഷെ അവർക്ക് എതിരെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കരുത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാനസാന്തരത്തിനായി എതിരായിട്ട് പ്രാർത്ഥിക്കരുത്. അല്ലേ? നമുക്കെതിരെ ആരെങ്കിലും നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കും, കർത്താവേ നീ അവനെ ഒന്ന് സന്ദർശിക്കണേ, അല്ലേ അവളെ ഒന്ന് സന്ദർശിക്കണേ എന്ന് പറയുന്നത് എന്തോ അർത്ഥം വെച്ചാന്ന് നമുക്കറിയാം. അല്ലേ? ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒന്നുകിൽ അവൻ്റെ കൈ ഓടിക്കണം, അല്ലെ കാലൊടിക്കണം. അതാ സന്ദർശനം അല്ല. മാനസാന്തരത്തിനായി പ്രാർത്ഥന. ഇവിടെ യാക്കോബും യോഹന്നാനും യേശുവിനോട് പറഞ്ഞ ആ പട്ടണത്തെ അങ്ങ് നശിപ്പിച്ചേക്കാൻ തീയിറക്കി. കർത്താവ് അത് ചെയ്യാതിരുന്നത് കൊണ്ട് ആ പട്ടണത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഉണർവുണ്ടാകാനിടയായി. ജീവിതങ്ങൾ മാനസാന്തരപ്പെടുന്നു, സ്നാനപ്പെടുന്നു. മന്ത്രവാദികൾ മന്ത്രവാദ പുസ്തകമൊക്കെ ഉപേക്ഷിച്ച്, മന്ത്രവാദവും ഉപേക്ഷിച്ച് ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നു. ഇത് പത്രോസും യോഹന്നാനും പോയി കാണുക. അതുകൊണ്ടാണ് ദൈവാത്മാവ് യോഹന്നാനെ തന്നെ അങ്ങോട്ട് അയച്ചത്. യോഹന്നാനെ നീ പോയി കാണ്, നീയല്ലേ ഗുരുവിനോട് പറഞ്ഞത് ഈ പട്ടണത്തെ തീയിറക്കി നശിപ്പിക്കണമെന്ന്. അന്ന് നശിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്കത് കാണാൻ കഴിയുമായിരുന്നോ? അതുകൊണ്ട് നീ പോയി എന്ന് കാണാൻ പറഞ്ഞു ദൈവാത്മാവ്. ഇവർ രണ്ടുപേരും പോയി ചെന്നു കണ്ടു. സംഭവം സത്യമാണ്. പക്ഷേ ഇവരുടെ ഹൃദയം തകർന്നു. വേദന കൊണ്ട് അവർ ദുഃഖിക്കുക. കാര്യം മറ്റൊന്നുമല്ല, ഒരെണ്ണത്തിൻ്റെ വായിൽ നിന്ന് ഒരന്യഭാഷ കേൾക്കാനില്ല. മാനസാന്തരം നടക്കുന്നു, സ്നാനം നടക്കുന്നു, ഒക്കെ ഇതൊക്കെ സംഭവിക്കുന്നു. പക്ഷേ ഒരൊറ്റ വ്യക്തിയുടെ വായിൽ നിന്ന് ഒരന്യഭാഷ കേൾക്കുന്നില്ല. ഇവരെന്ത് ചെയ്യുന്ന? ഇവർ രണ്ടുപേരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ശമരിയയിൽ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്ന അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്ക് ആ വാക്യം മാത്രം ഒന്ന് വായിക്കാൻ സമയമില്ല, കർത്തൃമേശ്വരുണ്ട്. 8-ാം അധ്യായം 15,
16 വാക്യങ്ങൾ. 15-ാം വാക്യം ഒന്ന് വായിച്ചേ. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അടുത്തത് 16. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. കണ്ടോ? എന്തോ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടതേ ഉള്ളെന്ന്. അന്ന് വരെ അവരാരുടെ മേലെ എന്തോ വന്നില്ല? ഞാൻ ഈ വാക്യം ഈ യുവാക്കളോട് പറഞ്ഞു വായിക്കാൻ. അവന്മാർ വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, നോക്കി, രക്ഷിക്കപ്പെട്ടപ്പോൾ അഭിഷേകം വന്നോ? ആത്മാവ് വന്നോ? സ്നാനപ്പെട്ടപ്പോൾ ആത്മാവ് വന്നോ? ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ അവർ പറഞ്ഞു, ഇല്ല പാസ്റ്ററെ, ആത്മാവിനായി പ്രാർത്ഥിക്കണം, അഭിഷേകം വേണം. We need the power of Holy Spirit. ആത്മാഭിഷേകം നമുക്ക് ആവശ്യമാണ്. ആത്മാവിൽ നിറഞ്ഞു വേണം ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കാൻ. അഭിഷേകം വേണം. ഈ വാക്യം എടുത്ത് കാട്ടിയപ്പോൾ അവർ പറഞ്ഞു, പാസ്റ്റർ തെറ്റിപ്പോയി, ഞങ്ങൾക്കും ഈ ആത്മനിറവ് വേണം. അന്ന് വരെ അവരാരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. രക്ഷിക്കപ്പെടുന്നുണ്ട്, സ്നാനപ്പെടുന്നുണ്ട്, അല്ലേ? ആത്മാവ് വന്നില്ല. ആത്മാവ് വരണമെങ്കിൽ അതിനായിട്ട് എന്ത് ചെയ്യണം? കാത്തിരിക്കണം. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഈ ആത്മാവ് ഇറങ്ങി വന്ന ഒരു കുടുംബത്തെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചിട്ട് ഞാൻ ആ ഭാഗം വിടാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. ലൂക്കോസ് 1-ാം അധ്യായം അതിൻ്റെ 41-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു. 41-ാം വാക്യം. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ള അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, മറിയാരാ? വായിക്കാം. 1:35. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മറിയേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആത്മാവിൽ ഉത്ഭവിച്ചത്. അപ്പൊ നോക്കി, അവിടെ 2 പേരുടെ മേൽ ആത്മാവ് വന്നു. 1, മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. 2, ആ പരിശുദ്ധാത്മാവിനാൽ ഉള്ളിൽ യേശു ഉരുവായി. മറിയയുടെ ഉള്ളിൽ യേശു പരിശുദ്ധാത്മാവിനാൽ ഉരുവായി. ഇവര് നേരെ പോയത്, മറിയ ഉള്ളത്തിൽ യേശുവിനെ വഹിച്ചുകൊണ്ട് നേരെ പോയത് മലനാട്ടിൽ എലിസബത്തിൻ്റെ വീട്ടിൽ, അവളുടെ ചാർച്ചക്കാരത്തിയ. ആ വീട്ടിൽ ചെന്നു. മറിയയുടെ വന്ദനം, എലിസബത്തിൻ്റെ അടുക്കൽ ചെന്ന് ഒരു പ്രൈസ് ദ ലോർഡ് എന്നൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തോ സംഭവിച്ച്? പിള്ള, എലിസബത്തിൻ്റെ വയറ്റിൽ പിള്ള അടക്കുക. 6 മാസം പ്രായമായി. പിള്ള വയറ്റിക്കിടത്ത് എന്തോ ഇതെന്നാ എങ്ങനെയാ തുള്ളി? നമ്മൾ സാധാരണ ഇപ്പം ഈ സഹോദരിമാരൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉള്ളിൽ കുഞ്ഞ് കിടന്ന് കഴുത്ത് തള്ളും, കാലിട്ട് തള്ളും ഒക്കെ. നീയൊക്കെ ചെയ്താൽ വന്നത് അങ്ങനെ. പാവം പിടിച്ച അമ്മയുടെ ഉദരത്ത് ചവിട്ടി തൊഴിച്ച്, അല്ലേ? ആ തൊഴിയല്ല ഇവിടെ സംഭവിച്ചത്. ഇവിടെ സംഭവിച്ച ആ തൊഴിയല്ല, ആ കയ്യുരുട്ടിലെ ഇടിയല്ല. മറിയയുടെ വന്ദന സ്വരം, പ്രൈസ് ദ ലോർഡ്, അല്ലെ സ്തോത്രം എന്നൊന്ന് പറഞ്ഞതേ ഉള്ളൂ. എലിസബത്തിന്റെ ഉള്ളിൽ എന്തോ ഇറങ്ങി, പരിശുദ്ധാത്മാവ് ഇറങ്ങിയതാ. ആണോ? അവിടെ പിള്ള ഗർഭത്തിൽ തുള്ളിയെന്ന് മാത്രമേ ഉള്ളൂ.
പരിശുദ്ധാത്മാവിലാണോ തുള്ളിയത്? 15-ാം വാക്യം ഒന്ന് വായിച്ച്, 1-ാം അധ്യായം. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ദൂത് പറയാൻ നേരത്തെ അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. കരം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല? അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്തോ ചെയ്യുന്ന. അപ്പം മറിയയുടെ വന്ദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിൽ പിള്ള തുള്ളി എന്ന് പറയുമ്പോൾ എങ്ങനെ തുള്ളിയതാ? അപ്പൊ പരിശുദ്ധാത്മാവ് വന്നാൽ എന്തോ നടക്കും? ഇന്ന് ചിലർക്ക് പരിജ്ഞാനം കൂടിയിട്ട് കിടന്ന് ചാടുന്ന കണ്ടില്ലേ? ഇവളുമാർക്കൊന്നും ജോലിയില്ല, വേറെ ജോലിയില്ല, കിടന്ന് തുള്ളുന്ന കണ്ടില്ലേ? ഇവന്മാർക്കൊന്നും വേറെ ജോലിയില്ല, തുള്ളുന്ന കണ്ടില്ലേ? അല്ല, അത് പിശാച് കൊണ്ടിടുന്ന ആലോചനയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ തുള്ളും. ആത്മാവ് ഇറങ്ങുമ്പോൾ നമുക്കതിനെ പിടിച്ചു നിർത്താൻ ഒക്കത്തില്ലെന്ന്. ഞാൻ ദോഹയിൽ ആഫ്രിക്കക്കാരുടെ ഒരു ചർച്ച ഞാൻ ആരാധന കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ കണ്ടു. എൻ്റെ ദൈവമക്കളെ, അവർ ഡാൻസ് കളിക്കുന്ന കാണും. ദോഹയിൽ വന്നവർ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവിടെ മാത്രമല്ല, എവിടെ പോയാലും ആഫ്രിക്കൻസ് അവരുടെ ആരാധനയിൽ തുള്ളുന്നു എന്ന് കാണണം എല്ലാവരും. എത്ര പ്രായം ചെന്ന അമ്മമാരായാലും എത്ര പ്രായം ചെന്ന അപ്പന്മാരായാലും. കണ്ടോ, ഒരു സ്വോത്രം ഇല്ലല്ലോ. അപ്പം നിങ്ങളുടെ മനസ്സ് പറയും, പാസ്റ്ററേ അത് ആഫ്രിക്കക്കാരാ, ഇത് ഞങ്ങൾ ഇന്ത്യക്കാരാ അല്ലേ? ആത്മാവ് ഇറങ്ങി വന്നപ്പോൾ പിള്ള ഗർഭത്തിൽ എന്ത് ചെയ്തു? തുള്ളിയത്. ആത്മാവിനെ തുള്ളണം, നൃത്തം ചെയ്യണം. അഭിഷേകം പ്രാപിച്ച ദാവീദ് പെട്ടകത്തിന് മുമ്പിൽ എങ്ങനെ ആരാധിച്ചെന്ന? നൃത്തം ചെയ്ത് അല്ലേ? തമിഴിലോട്ട് പാടുന്നത്, ദാവീദെ പോലെ നടനമാടി അപ്പാവെ. മതി പോകുന്നില്ല, സമയമല്ലല്ലോ. നടനമാടി എന്ന് പറഞ്ഞാൽ നൃത്തം ചെയ്തെന്ന്. അപ്പൊ ആത്മാവ് വരുമ്പോൾ നൃത്തമുണ്ട്, തുള്ളലുണ്ട്, തുള്ളും. ഇനി 2 അവിടെ തന്നെ വായിച്ചേ. പിള്ള ഗർഭത്തിൽ തുള്ളി. അടുത്തത് എലിസബത്ത്. അപ്പം 3-ാമത്തെ വ്യക്തി യോഹന്നാൻ സ്നാപകൻ, അവൻ ആത്മാവിൽ നിറഞ്ഞു. ഇനി 1 മറിയ, 2 ഉള്ളിൽ യേശു, 3 യോഹന്നാൻ സ്നാപകൻ, 4 അടുത്തത് വായിച്ചേ. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. എലിസബത്ത് എങ്ങനെയായി? അപ്പൊ 4-ാമത്തെ വ്യക്തി എലിസബത്ത് ഇവളുടെ ചാർച്ചക്കാരിയാ. എലിസബത്ത് എന്തോന്നിൽ നിറഞ്ഞെന്നാ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞെന്ന്. ആത്മാവിൽ നിറഞ്ഞു. ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ ദാസൻ സങ്കീർത്തനത്തിൽ കൂടി നേരത്തെ സൂചിപ്പിച്ചത് എന്തോ ചെയ്തെന്നാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അല്ലല്ല, ഇവിടെ വായിച്ച പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്. എങ്ങനെ വിളിച്ചെന്നാ? ഉച്ചത്തിൽ. ഇന്ന് ചിലരുടെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ അത് മതിയെന്ന, ഒരു ശബ്ദവും ഇല്ല. ആത്മാവിറങ്ങിയാൽ ശബ്ദം വരും, ശബ്ദമുണ്ടാകും. ആമേൻ, ശബ്ദമുണ്ടാകും. എങ്ങനെ? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്ത് എന്തോ ഇതെന്ന് വായിച്ചത്? ഉച്ചത്തിൽ, ലൗഡ്ലി, ഉച്ചത്തിൽ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നാൽ ഉച്ചത്തിൽ വിളിക്കേണ്ട കാര്യം ഉണ്ടോ? എടുക്കണ്ട. യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ലാസറസിന്റെ കല്ലറയ്ക്കലെത്തിയ യേശു കല്ലുരുട്ടി മാറ്റാൻ പറഞ്ഞു. കല്ലുരുട്ടി മാറ്റി. യേശു ആ കല്ലറയുടെ വാതുക്കൽ ചെന്ന് നിന്നുകൊണ്ട് എന്തോ വിളിച്ചേ? ലാസറേ പുറത്തു വാ എന്ന്. കണ്ടോ? ഉറക്കെ വിളിച്ചെന്ന്. ഉറക്കെ. എന്നാ യേശു പതുക്കെ വിളിച്ചാൽ ലാസർ കേൾക്കത്തില്ലേ? നമ്മുടെ മനസ്സിലൊരു ചിന്ത വരാം, യേശു ഇത്ര മണ്ടനായ നീ എന്താ പതുക്കെ പറഞ്ഞാൽ പോരെ? ലാസറെ കം ഔട്ട് എന്ന് വിളിച്ചാൽ വരത്തില്ലേ?
ഡെഫിനറ്റ്ലി ഹി വിൽ കം ഔട്ട്. വരും വിളിയിൽ. പക്ഷേ കർത്താവ് എന്താ ചെയ്തത്? ഉറക്ക വിളിക്കാൻ കാരണം മറ്റൊന്നുമല്ല, പാതാള ഗോപുരങ്ങൾ ജയിക്കണമെങ്കിൽ ലാസറിനെ അടച്ചു വെച്ചിരിക്കുന്ന പാതാള ഗോപുരങ്ങൾ തകരണമെങ്കിൽ ഇന്ന് പകൽ ദൈവ പൈതല് നിന്നെ ബന്ധിക്കുന്ന ബന്ധനം തകരണമെങ്കിൽ ഉറക്കെ 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 ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ സ്തുതിക്കാം. Praise the Lord. നിന്റെ ശരീരത്തെ ബന്ധിച്ച ബന്ധനം ഇന്നത്തെ സ്തുതിയില്, ഇന്നത്തെ ആരാധനയില്, ഇന്നത്തെ ആത്മശക്തിയില് അത് അഴിയട്ടെ. ഓ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. വക്ഷ മാന വൈഡാൽ അതര ജാന വക്ഷ. പോരാ പോരാ, ശക്തിയോടെ ശക്തിയോടെ. ജീസസ്. Jesus, Jesus, Jesus. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന അടുത്ത കാര്യം, ആത്മനിറവ് പ്രാപിച്ച 5-ാമത്തെ വ്യക്തി, 67-ാം വാക്യം. അവന്റെ അപ്പനായ സെഖര്യാവ്, അവന്റെ അപ്പനായ സെഖര്യാവ്, ആ കുടുംബത്തിൽ നിൽക്കുക മറിയ. അപ്പനായ സെഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. നിറഞ്ഞെന്നാ? അപ്പൊ നോക്കിയേ, ആ കുടുംബത്തിൽ ഒരാളെയെങ്കിലും മാറ്റി നിർത്തിയോ ദൈവം? ഇന്ന് പകലൊരു ദൂത് ഞാൻ പറയട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വ്യക്തിയെപ്പോലും അഭിഷേകം പ്രാപിക്കാത്തതായി മാറ്റി ദൈവം നിർത്തത്തില്ല. നിന്റെ കുടുംബത്തിലുള്ള സകലരെയും ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടേണ്ട ജീവിതങ്ങൾ ഈ ആരാധനയിൽ വിടുവിക്കപ്പെടട്ടെ. അതെത്ര വിദൂരതയിൽ ആയിരുന്നാലും യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. ശ്രദ്ധിക്കൂ. ഒരുപക്ഷെ നിന്റെ ഭർത്താവിന് വേണ്ടി, ഒരു വേള നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഒരു വേള നിന്റെ കുഞ്ഞിന് വേണ്ടി, ഒരു വേള നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരിക്കാം. ഞാൻ ഉറപ്പ് തരുന്നു, നീ പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിലെ വ്യക്തിത്വങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഞാൻ വേഗം നിർത്താൻ ആഗ്രഹിക്കുക. ഇവിടെ സെഖര്യാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എന്തോ ഇതെന്ന വായിച്ചേ? പ്രവചിച്ചു. എന്തോ ഇതെന്ന? പ്രവചിച്ചു. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോ എന്തോ ഉണ്ട്? വേണോ? പ്രവചനം പ്രാപിക്കണോ? പാളയം PMG ദൈവസഭ ഒരു കൃപാവരങ്ങൾക്കും കുറവില്ലാത്തതായി
ഒരാത്മാവിൻ്റെ ഫലത്തിനും കുറവില്ലാത്തവരായി നമുക്ക് കർത്താവിന് വേണ്ടി ശോഭിക്കാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ പ്രവചനമുണ്ട്. സ്തോത്രം. ഞാൻ നിർത്താൻ ആഗ്രഹിക്കാം. ഒരു വേദഭാഗം കൂടെ നമുക്കൊന്ന് വായിക്കാം. ദൈവവചനത്തിൽ നിന്ന് വിശുദ്ധിയുടെ പ്രമാണം ഏറ്റുവാങ്ങി വേണമല്ലോ നാം നിൽക്കേണ്ടത്. സ്തോത്രം. തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന്, ഞാൻ അങ്ങോട്ട് നോക്കുന്നില്ല, പുരുഷന്മാരുടെ നേർക്കാൻ നോക്കി പറഞ്ഞു. കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി. അപ്പൊ കൈകൾ എങ്ങനെയുള്ളതായിരിക്കണം? വിശുദ്ധ കൈകളെ ഉയർത്തി. ഉറക്ക പറ. കൈക്കൂലി വാങ്ങുന്ന കൈയാകരുത്. അന്യന്റെ അതിര് മാറ്റുന്ന കൈയാകരുത്. വിശുദ്ധ കൈകളായിരിക്കണം. വിശുദ്ധ കൈകൾ ഉയർത്തി എന്ത് ചെയ്യട്ടെ? പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് ഔവണ്ണം സ്ത്രീകളും. ഇനി ഞാൻ നിങ്ങളെ നോക്കുക. ഔവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച്. എങ്ങനത്തെ വസ്ത്രം? ഒരു യോഗ്യതയൊക്കെ ഉണ്ട് വസ്ത്രധാരണത്തിന് ഒരു യോഗ്യത ഉണ്ട്. ഇപ്പം ചൈനയിലൊക്കെ ആണെങ്കിൽ ഒക്കെ ടീഷർട്ടൊക്കെ ഇട്ട് പെണ്ണുങ്ങളൊക്കെ ടീഷർട്ട് ബനിയനൊക്കെ ഇട്ടാണ് നടക്കുന്നത്. ഇവിടെ ആകുമ്പോഴും യോഗ്യമായ വസ്ത്രം, ഓരോ രാജ്യത്തിനും യോഗ്യമായ വസ്ത്രമുണ്ട്. ഔവണ്ണ സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും ലജ്ജ ഉള്ളവരായിരിക്കണം. ലജ്ജാശീലത്തോടും ലജ്ജ വേണം. അതായത് കാണുമ്പോൾ ലജ്ജിക്കണം. ലജ്ജാശീലത്തിൽ ഇന്ന് ഇതില്ല, സ്കാവില്ല, ആകെ പോയി കളഞ്ഞു. ഇന്ന് അങ്ങനെ ഡാൻസാ. ലജ്ജാശീലം വേണം. സാരിയുടെ തുമ്പെങ്കിലെടുത്ത തലയെ വെച്ച് കറക്റ്റ് വേണം. ലജ്ജാശീലത്തോടും സ്ത്രീകൾ ലജ്ജാശീലത്തോടും. അടുത്തത് സുബോധത്തോടും. തങ്ങളെ അലങ്കരിക്കുക. സുബോധം വേണം കേട്ടോ, സുബോധം വേണം. ചിലരുണ്ട് ആത്മാവിലായി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യമല്ല, നിങ്ങളെ നോക്കി പറയുക ഞാൻ. ആത്മാവിലായി കഴിഞ്ഞാൽ തലേന്ന് സ്കാഫ് പോയി കഴിഞ്ഞാൽ അത് മാറി കിട, അതവിടെ അങ്ങോട്ട് ഭയങ്കര തുള്ളല. അങ്ങനല്ല, സുബോധം വേണം. സുബോധത്തിൻ്റെ ആത്മാവിനെയാണ് നമ്മുടെ മേൽ ദൈവം തന്നത്. അതുകൊണ്ട് ആരാധിക്കുമ്പോൾ സ്കാഫ് തലേന്ന് പോയാൽ എന്ത് ചെയ്യണം? പിടിച്ച് ഇടണം. സുബോധം. അടുത്തത് സുബോധത്തോടും തങ്ങളെ തന്നെ അലങ്കരിക്കണം. അടുത്ത വാക്യോട് വായിച്ചേ മോനെ. പിന്നിയ തലമുടി. സഹോദരിമാരിലായിരിക്കും വായിച്ചേ, നിങ്ങളോടുള്ള ദൂതല്ലേ. പിന്നിയ തലമുടി എന്ന് പറഞ്ഞാൽ ഈ ബ്രൈഡൽ ഹെയർ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ. അതായത് ഈ കല്യാണത്തിന് ഈ മണവാട്ടിയെ ഒരുക്കുന്ന ഒരുക്കങ്ങളുണ്ടല്ലോ, നമ്മളങ്ങനെ ചെയ്യാറില്ല. ഈ പാശ്ചാത്യ നാടുകളിലൊക്കെ ഇങ്ങനെ വലിയ മുത്തുകളും ഒക്കെ വെച്ച് മുടിയൊക്കെ ഇങ്ങനെ ചുരുട്ടിയൊക്കെ ഇട്ട് അങ്ങനെ ഒരു അലങ്കാരമുണ്ട്. ഈ ബ്രൈഡൽ വിവാഹം കഴിക്കാൻ പോകുന്ന മണവാട്ടിയെ അലങ്കരിക്കുക. അത് പാടില്ലെന്നാണ് പറയുന്നത്. ആരാധനയ്ക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കണം? പിന്നിയ തലമുടി പാടില്ല. പിന്നെ പിന്നിയ തലമുടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇങ്ങനെ പിന്നുന്നത് ആ കാര്യമല്ല കേട്ടോ, ആ കാര്യമല്ല. സ്തോത്രം. പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല. ആണ്ടോ? പൊന്ന്, മുത്ത്. അപ്പം സ്ത്രീകൾ എന്തോ ചെയ്യരുത്? പൊന്നും മുത്തും ആണ്ടോ? പറയുന്നില്ലല്ലോ. പൊന്നുമാല ഉപയോഗിക്കാൻ പാടില്ല. പൊന്ന് കമ്മൽ, ഒരു ചെറിയ കമ്മൽ ഉപയോഗിക്കാൻ പാടില്ല. മുത്തുകൊണ്ടുള്ള മാല, മുത്തുമാല, അതും ഉപയോഗിക്കാൻ പാടില്ല. പൊന്ന്, മുത്ത്, അതുപോലെ കയ്യിൽ വെഡിങ് റിങ്. ഇപ്പം അമേരിക്കയിൽ ഒരു ഉപദേശമാണ്, വെഡിങ് റിങ് ഇല്ലെങ്കിൽ
കല്യാണം കഴിച്ചതാണെന്ന് അറിയത്തില്ലെന്ന്. ഞാൻ ഒരുത്തനോട് ചോദിച്ചു, എടാ നിനക്ക് വെഡ്ഡിങ് റിംഗ് ഇല്ലയെന്ന് വെച്ചോ? ഇല്ലെന്ന് പെണ്ണുങ്ങൾ നിൻ്റെ പുറകെ വരികയാണോ? ഇവൻ കല്യാണം കഴിക്കാത്തവനാ നിൻ്റെ പുറകെ പെണ്ണുങ്ങൾ വരികയാണോ? അല്ല. ഉണ്ടോ? സ്തോത്രമില്ലല്ലോ. ഉപദേശം വേണം നമുക്ക്. പൊന്ന്, മുത്ത്, അടുത്തത് വിലയേറിയ വസ്ത്രം. വിലയേറിയ വസ്ത്രം, അത് ഉപേക്ഷിക്കണം. വിലയേറിയ വസ്ത്രം, വിലയേറിയ വസ്ത്രം. റാഡോ വാച്ചൊക്കെ ഉപയോഗിക്കുക. വലിയ റാഡോ വാച്ച് ഉപയോഗിച്ച കുഴപ്പമില്ല. ഈ വില കൂടിയ വാച്ച് അതൊക്കെ അവോയ്ഡ് ചെയ്യണം. നമുക്ക് ടൈം നോക്കാൻ ഒരു വാച്ച് വേണം. വാച്ച് വേണം. വില കൂടിയ വസ്ത്രം, പൊന്ന്, മുത്ത്. ഈ പൊന്നും മുത്തും ഉപയോഗിക്കുന്ന ആഭരണം, അതാ ആഭരണം ഉപേക്ഷിക്കണം എന്ന് ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടോ? പുതിയ നിയമത്തിൽ. പഴയ നിയമത്തിലുണ്ട്. പുതിയ നിയമത്തിൽ എന്നോട് ഒരാൾ ചോദിച്ചതാ ഈ കഴിഞ്ഞ ആഴ്ച, ആഭരണം ഉപേക്ഷിക്കണമെന്ന് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടോ? എന്നിട്ട് ആ വ്യക്തി തന്നെ ഈ വാക്യം ഇവിടെ തന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു കൊള്ളാം, നല്ല കാര്യം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അതെന്താ ഇവിടെ ഇങ്ങനെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, പൊന്ന്, മുത്ത്, ആഭരണം ഉപേക്ഷിക്കണമെന്ന് പാടില്ലെന്നുള്ളത്. ഉടനെ അവൻ എന്നോട് പറയുക, പാസ്റ്റേ അത് പൗലോസിൻ്റെ പഠിപ്പീരായിരുന്നു. പൗലോസല്ലേ ലേഖനം എഴുതിയത്. പൗലോസ് തിമോത്തിയോസിൻ്റെ ലേഖനം എഴുതിയപ്പം പൗലോസിൻ്റെ ഉപദേശം അതെന്ന്. ഞാനവനോട് പറഞ്ഞു, മണ്ടൻ. വാക്യം എടുക്കാൻ പറഞ്ഞു. നീ എടുത്ത ആ അധ്യായം തന്നെ എടുക്കാൻ പറഞ്ഞു. ആ തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം മോളെ വായിച്ചേ. 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1-ാം വാക്യം, 1-ാം അധ്യായം 1-ാം വാക്യം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശ യേശുക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത്. തിമോത്തിയോസേ, പൗലോസ് എഴുതുക. എങ്ങനെയാ എഴുതുന്നേ? ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടോ? കൽപ്പന പ്രകാരമാണ് ഞാൻ നിനക്ക് ഈ ലേഖനം എഴുതുന്നത്. അപ്പൊ പൗലോസിന്റെ സ്വയം തീരുമാനമായിരുന്നു അത്, അതോ ദൈവത്തിൻ്റെ കൽപ്പനയാണോ? കരമുയർത്തി ഒരു നല്ലൊരു സ്തോത്രം പറ. ആഭരണം വർജിക്കണം, പാടില്ല. ഇന്ന് ചിലർ ആഭരണം ഉപേക്ഷിക്കും, പക്ഷെ അവരിടുന്ന ഡ്രസ്സ് കണ്ടാൽ എന്നാ കടക്കാർ തന്നെ അന്തിച്ചു പോകും. വിലയേറിയ വസ്ത്രം പാടില്ല. ആഡംബരം പാടില്ല. സ്തോത്രം. ഞാൻ നിർത്താൻ പോകും. നിങ്ങൾ ഇനിയും വിഷമിപ്പിക്കുന്നില്ല. ബാക്കി ഞാൻ അടുത്ത ഓരോ ആഴ്ചയിലും തന്നോളാം. കണ്ണുകളടയ്ക്കും, പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. സ്നേഹവാനും കാരുണ്യവാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, കഴിഞ്ഞ 3 ദിവസമായി നിൻ്റെ ജനം അവിടുത്തെ സന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ആയിരുന്നു. അപ്പ, അങ്ങയുടെ വിലയേറിയ ദാസന്മാരെ ഞങ്ങളുടെ മധ്യേ അയച്ച് മാറ്റമില്ലാത്ത അവിടുത്തെ ആലോചന കേൾപ്പിച്ചുകൊണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കർത്താവേ, ഈ വിശുദ്ധ സഭായോഗത്തെ ഇത്രത്തോളം അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തുതിക്കുന്നു. അതേ കർത്താവേ, ഇന്നത്തെ കർത്തൃമേശയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പോരാ, ഇന്നത്തെ ആരാധനയെ സംബന്ധിച്ച എല്ലാവരെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെ പൊന്നു കർത്താവേ, അവിടുത്തെ വിടുതലിൻ്റെ കരം നീട്ടുമാറാകണമേ. ഞങ്ങളുടെ രോഗികളെ അവിടുന്ന് സൗഖ്യമാക്കണമേ. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും നൽകിയ ദൈവം അവിടുന്ന്. കർത്താവേ, അവിടുത്തെ തിരുക്കരം ഓരോരുത്തരുടെയും വിഷയങ്ങളുടെ മേൽ നീട്ടുവാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തെ നീ ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ സ്റ്റേജിലായിരിക്കുന്ന അവിടുത്തെ വിലയേറിയ ദാസന്മാരെ
അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ കൃപയ്ക്കുള്ളിൽ എല്ലാവരെയും പൊതിയും. അവിടുത്തെ നാമം ചൊല്ലി അടിയന്റെ വലതുകരം ഉയർത്തി ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവർ അനുഗ്രഹ വിഷയമായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹത്തോടെ ഇപ്പോൾ ആയക്കാടിയാരെ യഹോവായേ മനസ്സലിവുടെ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്നോർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേൽ ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് കരമുയർത്തി ഹല്ലേലൂയ പറയാ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമീൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.